വിശ്വാസ വെളിച്ചത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടിവിയുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും ഏറെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കത്തോലിക്ക വിശ്വാസ സത്യങ്ങളെ സാർവത്രിക മതബോധന ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രേക്ഷകർക്കായി ലളിതമായി വ്യാഖ്യാനിച്ച് വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. ആലുവ സെൻറ്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരിയിലെ പ്രൊഫസർ ഡോക്ടർ വിൻസെൻ്റ് കുണ്ടൂളച്ചനാണ് നമുക്ക് വേണ്ടി ഇത് വിശദീകരിക്കുന്നത്. അച്ഛനെ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. കർത്തൃ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം നാം കഴിഞ്ഞ എപ്പിസോഡിൽ വിശദീകരിച്ചു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ള പ്രേക്ഷകർക്കായി നമ്മൾ പറഞ്ഞു കൊടുത്തു. അതിൻ്റെ രണ്ടാമത്തെ വിശദീകരണമാണ് ഇന്ന് ഈ എപ്പിസോഡിൽ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ രാജ്യം വരണമേ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ ഇല്ലാത്ത എന്തോ ഒരു സാധനം ഇങ്ങോട്ട് വരണം എന്നുള്ളതാണ് സാധാരണ ആൾക്കാരുടെ ഒരു ചിന്ത. നമ്മളിതുവരെ അനുഭവിക്കാത്തൊരു കാര്യം വരണം എന്നുള്ളതാണ്. ഈ രാജ്യം എങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് വരാമെന്ന് കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ എന്താണ് കർത്താവ് പഠിപ്പിച്ച അങ്ങയുടെ രാജ്യം വരണമേ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം എന്നൊക്കെ പറയുന്നത് സാധാരണക്കാർക്ക് ഒന്ന് മനസ്സിലാക്കാനായിട്ട് ഒന്ന് വിശദീകരിക്കണം. ഏതൊരു കാര്യത്തിൻ്റെയും പൊരുൾ അറിയണമെങ്കിൽ നമ്മളെ വളരെയധികം സഹായിക്കുന്നൊരു കാര്യം ആ വാക്ക് എങ്ങനെ ഉണ്ടായി. നമ്മൾ സംസാരിക്കുമ്പോൾ ആശയവിനിമയം നടക്കുന്നത് നമ്മൾ രൂപപ്പെടുത്തുന്ന, നമ്മൾ തന്നെ നിർമ്മിക്കുന്ന ചില വാക്കുകളിൽ നിന്നാണ്. ഈ ഓരോ വാക്കുകൾ നിർമ്മിക്കപ്പെടുന്നതിന് ഒരു പരിസരമുണ്ട്. അപ്പോൾ അത് വളരെ കൊളോക്യലായിട്ടുള്ള, വളരെ സംസാര ഭാഷയായാലും അല്ലെങ്കിൽ കുറച്ച് ദാർശനികമായ അർത്ഥം ഉൾക്കൊള്ളുന്ന വാക്കുകളായാലും, പണ്ഡിതന്മാർ പറയുന്ന ഭാഷയായാലും എഴുത്തു ഭാഷയായാലും, ഓരോ വാക്കും രൂപപ്പെട്ടു വരുമ്പോൾ അതിൻ്റെ പുറകിൽ ഒരു പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ നമ്മൾ കുറച്ച് നാളൊക്കെ മുമ്പ് പൊതുബോധം എന്നുള്ളൊരു വാക്ക് ഞാൻ ഒരു 4-5 കൊല്ലം മുമ്പ് വരെ ഒന്നും സാധാരണ ജനങ്ങളുടെ ഇടയിൽ അങ്ങനെ കേട്ടിട്ടില്ല. പക്ഷെ ഇന്ന് ഒരു പൊതുജനത്തിൻ്റെ ഒരു പൊതുബോധത്തെക്കുറിച്ച്, അതായത് കളക്റ്റീവ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ ഒരു സാധനമാണ്. അപ്പോൾ അത് ഇങ്ങനെ പറഞ്ഞ് എഴുത്തിലൂടെയും പറഞ്ഞ് സ്ലോവിൽ ഇപ്പോൾ സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് വന്നു തുടങ്ങി. മനുഷ്യൻ്റെ പൊതുബോധം, സാമാന്യബോധം, പത്രങ്ങളിൽ സ്ഥിരം അതൊക്കെ വന്നു തുടങ്ങി. അതുപോലെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വാചകത്തിൽ പരിസരം എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മളത് പണ്ട് പറഞ്ഞിരുന്ന സന്ദർഭം, ഒരു കാര്യം ഉണ്ടായതിൻ്റെ സന്ദർഭം, പശ്ചാത്തലമായി. പിന്നീട് ഇപ്പം അത് കുറേ കൂടി പരിസരം എന്നുള്ള, എൻവയൺമെൻറ്റ് എന്നുള്ള ഇംഗ്ലീഷ് വാക്കിൻ്റെയൊക്കെ ഇങ്ങനെ വന്ന് പരിസരങ്ങൾ എന്ന് പറയുന്നതിന് വെറും ഒരു പ്രാദേശികമായ ഭൗമികമായ അർത്ഥം മാത്രമല്ല, സാംസ്കാരികമായ അർത്ഥമുണ്ട് പരിസരത്തിന്. ജോഗ്രഫിക്കൽ അർത്ഥം മാത്രമല്ല. അപ്പോൾ ഇതുപോലെ നമുക്കും മനസ്സിലാണ് ഈ ദൈവത്തിൻ്റെ രാജ്യം വരണമേ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു ഇതിൻ്റെ തുടക്കം, ഈ വാക്കിൻ്റെ തുടക്കം. അങ്ങനെയാണല്ലോ നമ്മുടെ ഇങ്ങനെയുള്ള ദൈവശാസ്ത്ര പഠനങ്ങളിലൂടെ കുറച്ചുകൂടി നമ്മൾ ആഴപ്പെടുന്നത്. ശരിക്കുള്ള ഇതിൻ്റെ വാക്ക് ബെസേലിയ എന്നുള്ള ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഈ രാജ്യം എന്ന മലയാള പദമൊക്കെ വരുന്നത്. അപ്പോൾ ഇത് തന്നെ നമ്മൾ 3 രൂപങ്ങളിലാണ് ഈ ബെസേലിയ ഉപയോഗിച്ചിരുന്നത് എന്ന് പറയാം. അതായത് ഈ രാജ്യം എന്നുള്ള ഒന്ന്, ആ രാജ്യത്തിൻ്റെ സ്വഭാവം, രാജത്വ ഗുണമുള്ള ഒരു ജീവിതം, ഒരവസ്ഥ. നമ്മൾ പറയില്ലേ, രാജകീയമായ പ്രൗഢിയോടുകൂടിയാണ് അയാൾ ജീവിച്ചത്, കൊച്ചി രാജ്യത്തിലെ പ്രജയാണ് പറയാം. അപ്പോൾ ആ രാജകീയത എന്ന് പറയുന്നതിന് നമ്മൾ അവിടെ വളരെ നല്ല ഒരു കുലീനത്വം എന്നുള്ള ഒരർത്ഥം. അപ്പോൾ ഒരു കുലീനമായ ജീവിത സാഹചര്യമുള്ള ഒരവസ്ഥ എന്നാണ് അത് കുറച്ചുകൂടി ഒരു അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ സ്വഭാവം വെച്ച് നമ്മൾ, വിശേഷണം വെച്ച് നമ്മൾ പറയുന്നത്. വേറൊരർത്ഥം അതിന് ശരിക്കും ഉള്ളത്, അതിനൊരു രാജ്യമെന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം എന്ന അർത്ഥമുണ്ട്, ഒരു സ്ഥലനാമമാണ്. അതായത് സ്പേസ് എന്താണ്. അപ്പോൾ അങ്ങനെയും നമ്മൾ ദൈവരാജ്യം എന്ന് പറയുമ്പോൾ ദൈവരാജ്യത്തെ നമുക്ക് അതിൻ്റെ സ്വഭാവം കൊണ്ട് നിർണ്ണയിക്കാം, മനസ്സിലാക്കാം, അല്ലെങ്കിൽ ഊന്നൽ കൊടുത്ത് സംസാരിക്കാം. അല്ലെങ്കിൽ ഈ രാജകീയ ഭാവമുള്ള ആളുകൾ വസിക്കുന്ന ഇടത്തെ, ആ സ്ഥലത്തെ ആയിട്ട് നമുക്ക് അതിനെക്കുറിച്ച് പറയാം. അതുപോലെ തന്നെ ഇതൊരു ക്രിയയായിട്ട് നമ്മൾ ഉപയോഗിക്കും. ഭരിക്കുക, ഭരണമാണ് അവിടെ നടക്കുന്നത്. ഭരിക്കുക എന്ന് പറയുന്നതിൽ പ്രവർത്തിക്കുകയാണ് പ്രാധാന്യം. അപ്പോൾ എങ്ങനെയാണ് ഈ രാജകീയമായ രീതിയിൽ ഒരു സമൂഹത്തെ നയിച്ചു കൊണ്ടുപോകുന്നത്? അപ്പോൾ 3 കാര്യങ്ങൾ ഇതിൽ വന്നു. നമ്മളൊരു വാക്കിൻ്റെ നാമരൂപവും അതിൻ്റെ വിശേഷണ രൂപവും ക്രിയാരൂപവും,
ഇത് മൂന്നും കൂടുമ്പോഴാണ് നമുക്ക് ഈ ദൈവരാജ്യം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവും. എന്താണ്? ദൈവികമായ സ്വഭാവത്തോടു കൂടെ, ആ ദൈവികമായ സ്വഭാവത്തോടു കൂടെ ഉള്ള വ്യക്തികൾ വളരെ ദൈവികമായ രീതിയിൽ കുലീനത്വം നിറഞ്ഞ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് വസിക്കുമ്പോൾ അവിടെയുള്ള ഉണ്ടാകുന്ന സാമൂഹികവും മാനുഷികവും ആത്മീയവുമായ ഒരു ചുറ്റുപാടിനെയും അവസ്ഥയെയും അനുഭവത്തെയുമാണ് ദൈവരാജ്യം എന്ന് പറയുക. അപ്പോൾ അതിൽ പല കാര്യങ്ങളും വന്നു. അത് ഒരു സ്ഥലം എന്നതിനേക്കാൾ വാസ്തവത്തിൽ ഒരു ഇടത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇടം എന്ന് പറയുമ്പോൾ അതൊരു ജിയോഗ്രഫിക്കലായിട്ട് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരു ഇടത്തേക്കാൾ അതൊരു സാംസ്കാരികമായ ഒരു ഇടമാണ്. ആ ഇടത്തിൻ്റെ പ്രത്യേകത അത് ആത്മീയതയുടെ ഉന്നതി. അവിടെ എല്ലാവരും ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്ന ആളുകൾ പരസ്പരം കൂടിച്ചേർന്ന് അവർ തന്നെ അവരെ ഭരിക്കുന്ന, ദൈവത്തിൻ്റെ ഭരണമാക്കി തീർക്കുന്ന, ദൈവീയമായ രാജകീയമായ രീതിയിലുള്ള കുലീനത്വത്തോടു കൂടെ ജീവിക്കുന്ന ഒക്കെയുള്ള ഒരു ജീവിത വ്യവസ്ഥയെയാണ് വാസ്തവത്തിൽ ഈ ദൈവരാജ്യം എന്ന് പറയുന്നത്. അത് അവരുടെ പ്രവർത്തനങ്ങളിൽ അവരുടെ ഇഷ്ടത്തിന് പ്രസക്തി ഉണ്ടാവില്ല. ആരാലാണോ ഭരിക്കപ്പെടുന്നത് ആ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനായിരിക്കും അവർ മുൻതൂക്കം കൊടുക്കുന്നത്. അതെ, ആ ദൈവത്തിൻ്റെ ഇഷ്ടം മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഒപ്പം എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് നമുക്ക് വളരെ ചുരുങ്ങിയ രീതിയിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നീ നിന്നെ തന്നെ സ്നേഹിക്കുന്നത് പോലെ ബാക്കിയുള്ളവരെ സ്നേഹിക്കുക. അപ്പോൾ നീ ദൈവത്തെ സ്നേഹിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുപോലെ പരസ്പരമുള്ളവരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അവരുടെ പ്രത്യേകതകളും പോരായ്മകളും മനസ്സിലാക്കി അവരെ സ്നേഹിക്കുകയും നീതി കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് എല്ലാവർക്കും ഈ ദൈവമാണ് ഭരിക്കുന്നത് എന്നുള്ള ഒരു ഫീലിങ്ങിലേക്ക് വരുന്നത്. അപ്പോൾ ഇതിനെ ആത്മീയമായിട്ട് തന്നെ പറഞ്ഞാൽ പരിശുദ്ധാത്മാവിലുള്ള ജീവിതം എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഈ സ്വർഗരാജ്യം. പരിശുദ്ധാത്മാവിനാൽ ആണ് ഈ സ്വർഗരാജ്യം വികസിക്കേണ്ടത്. നമ്മുടെ മാനുഷികമായ ഭൗതികമായ കാഴ്ചപ്പാടില്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് നീതി കിട്ടണം, എല്ലാവർക്കും സമാധാനം ഉണ്ടാകണം, എല്ലാവർക്കും സന്തോഷം ഉണ്ടാകണം. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ കാര്യം അതാണ്, നീതി, സമാധാനം, സന്തോഷം. ഇത്രയുണ്ടായാലേ അവിടെ സദ്ഭരണമായി. ഇപ്പോൾ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് എന്താ? ഹാപ്പി ആയിട്ടിരിക്കുക. ആനന്ദം എന്ന് പറഞ്ഞ സിനിമയിൽ ബിബിമോൻ ഹാപ്പിയാണോ? എപ്പോഴും പിള്ളേരത് വളരെ തമാശ രൂപത്തിലേക്ക് പോയി. അത് ഹാപ്പി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പാട്ട് പാടി ഇങ്ങനെ ചാടി ഇങ്ങനെ പോകുന്നതാണ് ഹാപ്പി എന്ന് അവരാദ്യം വിചാരിക്കണേ. അതല്ല, കുറേ കഴിയുമ്പോഴാണ് മനസ്സിലാവണേ വഴിയാധാരമായി. അമ്മ ഹാപ്പിയാണോ? ചോദിക്കുന്ന ചോദ്യം മുഴുവൻ അതാണ്. പക്ഷെ അതിൻ്റെ പുറകിൽ ഒരു വലിയ ദർശനമുണ്ട്. മനുഷ്യരെല്ലാവരും ആഗ്രഹിക്കുന്നത് ഹാപ്പി ആയിരിക്കാനാണ്. എങ്ങനെയാ ജീവിച്ചാലാ ഹാപ്പി ആവുക എന്നുള്ള പ്രശ്നം അവിടെ ശരിക്കും അഡ്രസ്സ് ചെയ്യപ്പെടുന്നുമില്ല. അപ്പോൾ ഇവിടെയാണ് എങ്ങനെ ജീവിച്ചാലാണ് ഹാപ്പി ആവുക. എല്ലാവർക്കും നീതി കിട്ടുമ്പോൾ ഞാനായി പരിഗണിക്കപ്പെടുകയും സാറായിട്ട് പരിഗണിക്കപ്പെടുകയും അതിനു വേണ്ട അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും കരുതലോടുകൂടെ വേറൊരാളുടെ സ്നേഹം തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനൊക്കെ സാധിച്ചു കഴിയുമ്പോൾ സമാധാനമായി. അപ്പോൾ വാസ്തവത്തിൽ അത് പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ നടക്കേണ്ട ഒരു കാര്യമാണ്. നീതി, ശാന്തി, സന്തോഷം. ഇപ്പോൾ സന്തോഷം, സമാധാനം, അതുപോലെ തന്നെ പൊതുവെയുള്ള നീതി നിഷ്ഠമായ ജീവിതം, ഇതിനെല്ലാം കൂടിയിട്ടുള്ള ഒരു കുലീനത്വം നിറഞ്ഞ ദൈവത്തിൻ്റെ ഇഷ്ടം നടപ്പിലാകുന്ന, എല്ലാവരുടെയും ഇഷ്ടം ദൈവത്തിൻ്റെ ഇഷ്ടത്തിനോട് ചേർന്ന് സഹകരിച്ച് പോകുന്ന, എല്ലാവർക്കും സന്തോഷം വരുന്ന ഒരവസ്ഥയെയാണ് നമ്മൾ സ്വർഗം, ദൈവരാജ്യം എന്നൊക്കെ പറയുന്നത്. ഈ നമ്മളെല്ലാം സ്വർഗത്തെ ലക്ഷ്യമാക്കി അല്ലേ തീർത്ഥാടകരാണ്, ജീവിക്കേണ്ടവരാണ്. അപ്പോൾ സ്വർഗത്തെ ലക്ഷ്യമാക്കി തീർത്ഥാടനം ചെയ്യാൻ ഭൂമിയിൽ ജീവിക്കുന്നവർ പിന്നെ സ്വർഗരാജ്യം ഇവിടെ ഇപ്പോൾ വരണം എന്ന് പറയുമ്പോൾ അതിലൊരു കോൺട്രഡിക്ഷൻ ഉണ്ടോ? അതിലെ കോൺട്രഡിക്ഷൻ നമുക്ക് പണ്ട് തോന്നിയിരുന്നത്, നമ്മൾ പലപ്പോഴും ഇങ്ങനെ പറഞ്ഞിരുന്നത് ഈ സ്വർഗം ഇവിടെ ഇല്ല എന്നുള്ള ചിന്ത. ഇതെല്ലാം കഴിഞ്ഞ് പെട്ടിമ്പറക്കി പോയിട്ട് CC അടഞ്ഞ് പോയി മൂക്കിൽ പഞ്ഞിയും വെച്ച് യാത്രയും കഴിഞ്ഞ് നമ്മൾ കുഴിയിലിട്ടിട്ട് അടച്ച് എല്ലാവരും പോയി കഴിയുമ്പോഴാടാ നമുക്ക് സമാധാനം, സുന്ദരമായിട്ട് കിടന്നുറങ്ങാം, ഒരു തേങ്ങി നമ്മൾ നോക്കില്ല എന്നുള്ള മട്ടിലേക്ക്. അങ്ങനെയൊന്നുമല്ല. ഈ സ്വർഗം ഇവിടെ തുടങ്ങണ കേസാണ്. കർത്താവ് ഈശോ മിശിഹാ പറഞ്ഞത് എന്താണ്? കർത്താവ് ഈശോ മിശിഹാ പറഞ്ഞത് സ്വർഗരാജ്യം ഇതാ വന്നിരിക്കുന്നു. അതിനു മുമ്പ് അനൗൺസ് ചെയ്യാൻ വന്ന സ്നാപയോഹന്നാൻ എന്ത് പറഞ്ഞു? സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ആ സ്വർഗരാജ്യം കഴിഞ്ഞപ്പോൾ പിന്നീട് സ്നാപയോഹന്നാൻ കർത്താവിനെ പരിചയപ്പെടുത്തിയില്ലേ? പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞു, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഞാൻ പറഞ്ഞ ആ സ്വർഗരാജ്യം ഇതെവിടെ വന്നു. കർത്താവ് തന്നെ അത് പറയുന്നുണ്ട്, ഞാനാണ്
സ്വർഗരാജ്യം, ഞാനാണ് ദൈവരാജ്യം, ഞാനും പിതാവും ഒന്നാണ്. ഈ ദൈവരാജ്യം വരിക എന്ന് പറഞ്ഞാൽ, സ്വർഗരാജ്യം വരിക എന്ന് പറഞ്ഞാൽ ദൈവം വരിക എന്നുള്ളതാണ്. ദൈവം മനുഷ്യനായി എന്നുള്ള കാര്യം, ഈ ലോകത്തിലേക്ക് വന്നു എന്നുള്ള കാര്യം, ദൈവം നമ്മുടെ ഇടയിലാണ് വസിക്കുന്നത്, അവൻ എമ്മാനുവേലാണെന്നുള്ള കാര്യം അംഗീകരിക്കാൻ ഇപ്പോഴും കുറേ വിശ്വാസികൾക്ക്, ആൾക്കാർക്ക് വിഷമമാണ്. അത് അംഗീകരിക്കാതെയും പലരും ഈ പ്രാർത്ഥന ചെല്ലുന്നുണ്ട്. പ്രാർത്ഥന ചെല്ലുന്നുണ്ട്. അവർ വിചാരിക്കണം ഞാനിപ്പോൾ ഇങ്ങനെ ചൊല്ലി കൂട്ടിയിട്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ അവിടുത്തെ സ്പേസ് കൃത്യമായിട്ട് എനിക്ക് മേടിച്ച് കിട്ടണം. എത്ര സ്ക്വയർ ഫീറ്റ്, ഒരു ഇത്ര സ്ക്വയർ ഫീറ്റ് എനിക്ക് സ്വർഗത്തിൽ നിൽക്കാനായിട്ട്. ചില ആൾക്കാർ ഇവിടെ പള്ളി പണിയുമ്പോൾ പോലും അങ്ങനെ പറയേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കെല്ലാവർക്കും സ്വർഗത്തിലൊരിടം വേണം, അപ്പോൾ ഇവിടെ പള്ളിയിൽ നിൽക്കാനായിട്ട് ഒരു ചെറിയ സ്ക്വയർ ഫീറ്റിൻ്റെ സംഭാവന ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് അത് വെച്ച് ആ സംഭാവന കൊടുക്കുമ്പോൾ ആൾ സാറ്റിസ്ഫൈഡ് ആയി. ഞാൻ ഇവിടെ ഒരു സ്ഥലം ബുക്ക് ചെയ്ത് കഴിഞ്ഞു. കല്ലറ ബുക്ക് ചെയ്ത പോലെ ഞാൻ സ്വർഗത്തിൽ ഏതാണ്ട് പത്രോസിൻ്റെ അടുത്തോ ഒക്കെ ആയിട്ട് ഒരു സാധനം ഇട്ടിട്ടുണ്ട് മാതാവിൻ്റെ അടുത്ത്. അപ്പം ഞാൻ ഇനി അവിടെ ഇരുന്ന് ഹല്ലേലൂയ പറഞ്ഞാൽ മതി. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളിലേക്ക് നമ്മുടെ ആളുകൾ പോകുന്നതിൻ്റെ കാരണം ഈ സ്വർഗം എന്ന് പറയുന്ന കാര്യം ഇവിടെ തുടങ്ങി, കർത്താവിൽ ഇവിടെ ഉണ്ട്. ആ സ്വർഗരാജ്യം വരാൻ പോകുന്നതിൻ്റെ പൂർണ്ണത ഓൾറെഡി നോട്ട് യെറ്റ് എന്നാണ് എപ്പോഴും പറയുക. തുടങ്ങി, പക്ഷെ പൂർണ്ണമല്ല. കാരണം നമ്മൾ ഈ ലോകത്തിലായിരിക്കും നമുക്ക് അതിൻ്റെ പൂർണ്ണത അനുഭവിക്കാൻ പറ്റില്ല. നശ്വരമായ ഒരവസ്ഥയിലാണ് നമ്മുടെ ആത്മാവ്. അപ്പോൾ ഭൗതികമായ ഈ ലോകത്ത് അഭൗമികമായ സ്വർഗരാജ്യത്തിൻ്റെ തുടക്കം ഇവിടെയുണ്ട്, ഇവിടെയാണ്. എന്നാൽ അത് പൂർണ്ണമായി വരാനിരിക്കുന്നതാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിലേ നമ്മൾ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞ പല ഉപമകൾ നോക്കിയാൽ മതി. ഇപ്പോൾ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിൽ 24 മുതൽ നമ്മൾ വായിക്കുന്നത് കളകളുടെ ഉപമയാണ്. ഇപ്പോൾ കർത്താവ് പറഞ്ഞു ഞാനാണ് ദൈവരാജ്യം, വന്നു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു. പിന്നെ ദൈവരാജ്യം നിങ്ങളിൽ തന്നെ ഉണ്ടെന്നും പറഞ്ഞു. നിങ്ങളിൽ തന്നെ ദൈവരാജ്യമുണ്ട്, ഓരോ മനുഷ്യരിലും ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പറഞ്ഞിട്ട് ഈ ഉപമയിൽ പറയണ്, ഒരുവൻ വയലിൽ നല്ല വിത്ത് വിതയ്ക്കുന്നതിനോട് സ്വർഗരാജ്യത്തെ ഉപമിക്കുക. ആളുകൾ ഉറക്കമായപ്പോൾ അവൻ്റെ ശത്രു വന്ന് ഗോതമ്പിനിടയിൽ കള വിതച്ചിട്ട് കടന്നു കളഞ്ഞു. ചെടികൾ വളർന്ന് കതിരായപ്പോൾ കളകളും പ്രത്യക്ഷപ്പെട്ടു. വേലക്കാർ ചെന്ന് വീട്ടുടമസ്ഥനോട് ചോദിച്ചു, യജമാനനെ, നീ വയലിൽ നല്ല വിത്തല്ലേ വിതച്ചത്, പിന്നെ കളകൾ ഉണ്ടായത് എങ്ങനെ, എവിടെ നിന്ന്? അവൻ പറഞ്ഞു, ശത്രുവാണ് ഇത് ചെയ്തത്. വേലക്കാർ ചോദിച്ചു, ഞങ്ങൾ പോയി കളകൾ പറിച്ചു കളയട്ടെ? അവൻ പറഞ്ഞു, വേണ്ട. കളകൾ പറിച്ചെടുക്കുമ്പോൾ അവയോടൊപ്പം ഗോതമ്പ് ചെടികളും നിങ്ങൾ പിഴുതു കളഞ്ഞെന്ന് വരും. കൊയ്ത്തുവരെ അവ രണ്ടും ഒരുമിച്ച് വളരട്ടെ. ആ പറഞ്ഞതിൽ തന്നെയുണ്ട് ദൈവരാജ്യം ഇവിടെ പൂർണ്ണമല്ല. കാരണം ഇവിടെ നല്ല വിത്താണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവൻ്റെ ഉള്ളിൽ കൊടുത്തു വിട്ടതെങ്കിലും എവിടെയോ അവൻ്റെ സ്വാർത്ഥത തലപൊക്കി അവൻ പൈശാചികമായ ഒരു പ്രേരണയ്ക്ക് വഴങ്ങി അതിൻ്റെ ഇടയിൽ മറ്റ് കളകൾ കുറേശ്ശെ വളർന്നിട്ടുണ്ട്. പക്ഷേ ദൈവം വളരെ വാശി പിടിക്കണില്ല. അപ്പോൾ തന്നെ എടുത്ത് കളയാൻ പറയില്ലേ? അപ്പോൾ തന്നെ കള പിടിച്ച് കളയണമെന്നല്ല പറയണത്, സമയം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ ദൈവരാജ്യം ഇവിടെ വന്നു. പക്ഷേ അത് സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ മാത്രമേ സ്വർഗരാജ്യ അനുഭവം പൂർണ്ണമായിട്ട് ഒരു വ്യക്തിക്കും അല്ലെങ്കിൽ സമൂഹത്തിനും ലോകത്തിനും ഉണ്ടാവുകയുള്ളൂ. അതിനിടയിൽ എന്ത് ചെയ്യണം? ഈ കളകൾക്കെതിരെ ജാഗ്രത പുലർത്തണം. കളകളെ, നമുക്ക് ശത്രുവിനെ, നമ്മുടെ പാപ സാഹചര്യങ്ങളെ, ലൗകികമായ നമ്മുടെ ഉള്ളിലുള്ള വലിയ ആശകളെ അല്ലെങ്കിൽ നമ്മുടെ വാസനകളെ നമുക്ക് അപ്പാടെ പിഴുതെറിയാനൊന്നും സാധിക്കില്ല. പക്ഷേ അത് ഉള്ളപ്പോൾ തന്നെ നമുക്ക് സാവധാനം കളകൾ എൻ്റെ ചുറ്റുമുണ്ട് എന്ന് ജാഗ്രതയെ പാലിക്കാൻ നമുക്ക് സാധിച്ചേ നിരന്തരമായിട്ട് ഈ കളകളും ശരിയായ ചെടികളും തമ്മിൽ നിരന്തരമായ ഒരു ഫൈറ്റ്, പൗലോസ്ലീഹ പറയുന്നത് പോലെ ഒരു ക്രിസ്തീയ ജീവിതം ഒരു യുദ്ധം തന്നെയാണ്. ഇത് വേറെ മുസ്ലിമിനോടോ ഹിന്ദുവിനോടുള്ള യുദ്ധമല്ല, നമ്മുടെ തന്നെ സ്വാർത്ഥതയോടുള്ള യുദ്ധമാണ്. ആ ജഡികതയോട്, നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങളോട്, വ്യക്തി താല്പര്യങ്ങളോട്, അതിനോടുള്ള ഈ യുദ്ധത്തിൽ ഈ കളകളും ചെടികളും ഒരുമിച്ച് വളരുമ്പോൾ നമ്മൾ ഈ കളകളുടെ സാന്നിധ്യം പോലും നമ്മൾ ചെടികൾ ദൈവത്തിൻ്റെ വിത്തിനെക്കുറിച്ച് കൂടുതൽ ഓർക്കാനുള്ള ഒരു സാഹചര്യമായിട്ട് മാറണം. ഒരുപക്ഷെ കളകൾ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ വളരെ അധികം മാത്സര്യം ഉണ്ടാവും. ഇപ്പം നമ്മുടെ ഇടയിൽ ചിലർ തിന്മ അങ്ങനെ ചെയ്ത് കാണുമ്പോഴാണല്ലോ കുറേ ആൾക്കാരിലുള്ള നന്മ ഉണർന്നു വരുന്നത്. അതെ, ചിലരിപ്പോൾ അങ്ങനെ പറയുന്നുണ്ട്, ഈ സഭയിൽ ഇപ്പോൾ കാണുന്ന ഈ തിന്മകൾ മുഴുവൻ നന്മ വളരാനുള്ള ഒരു അവസരമാണ്. ആക്കണം, എന്നാലേ സംഭവിക്കുള്ളൂ. അപ്പോൾ നമുക്കെല്ലാവർക്കും പോരായ്മകളുണ്ട്, മനുഷ്യനാണ് എല്ലാം കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ തിന്മയെ സാധൂകരിക്കരുത്. അതായത്
നന്മയിലേക്ക് വരണമെങ്കിൽ കുറേ തിന്മ വേണടാ, അപ്പോൾ നമുക്ക് തന്നെ കുറേ തിന്മ ചെയ്യാം, എന്നിട്ട് പിന്നെ അങ്ങനെയുള്ളതല്ല. അപ്പോൾ ദൈവരാജ്യം വന്നോ വന്നില്ലേ അതിലെ എന്നുള്ള ചോദ്യത്തിന് വളരെ ഇതുപോലെയുള്ള പല പല ഉപമകളുണ്ട്. മാർക്കോസിൻ്റെ സുവിശേഷം നമുക്ക് 4 അധ്യായം കൂടി പരാമർശിക്കേണ്ടിയിരിക്കുന്നു. അവിടെ നമ്മൾ കാണുന്ന സ്വർഗരാജ്യത്തെക്കുറിച്ച് ഇതെല്ലാം പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഭാഗങ്ങൾ ഇതിലേക്ക് കൊണ്ടുവന്നത്. അവിടെ മാർക്കോസിൻ്റെ സുവിശേഷം 4 അധ്യായത്തിലെ 26 മുതൽ 31 വരെയുള്ള ഭാഗത്തിൽ നമ്മൾ ചെറിയ ഒരു വിത്തിൻ്റെ ഉപമ തന്നെയാണ് പറയുന്നത്. നേരത്തെ വിത്ത് വിതച്ചതിനെ കുറിച്ച് പറഞ്ഞെങ്കിൽ ഇവിടെ പറഞ്ഞു, ഒരുവൻ ഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്നതിന് സാദൃശ്യം അവൻ രാവും പകലും ഉറങ്ങിയും ഉണർന്നും കഴിയുന്നു. അവൻ അറിയാതെ തന്നെ വിത്തുകൾ പൊട്ടിമുളച്ച് വരുന്നു. ആദ്യം ഇല, പിന്നെ കതിർ, തുടർന്ന് കതിരിൽ ധാന്യമണികൾ. ഇങ്ങനെ ഭൂമി ഫലം പുറപ്പെടുവിക്കുന്നു. ധാന്യം വിളയുമ്പോൾ കൊയ്ത്തിന് കാലമാകുന്നത് കൊണ്ട് അവൻ അരിവാൾ വയ്ക്കുന്നു. അതായത് ഇതിലിപ്പോൾ പറയുന്നത് വേറൊരു വശമാണ് ദൈവരാജ്യത്തിൻ്റെ വിത്ത് വിതച്ചു, നമ്മളിൽ വിതച്ചു. ദൈവം വിതച്ചിട്ടുണ്ട്. നമ്മുടെ മനസാക്ഷിയുടെ രൂപത്തിൽ ആ ദൈവത്തിൻ്റെ വിത്തുണ്ട്. പക്ഷേ ഈ ദൈവത്തിൻ്റെ വിത്ത് എങ്ങനെ വളർന്നു വികസിക്കുന്നു എന്നുള്ളത് നമ്മളെ സ്വന്തം ആശ്രയിച്ച് നിൽക്കുന്ന കാര്യമല്ല, നമ്മുടെ കഴിവിന് അതീതമായിട്ട് നടക്കുന്ന. വാസ്തവത്തിൽ നമ്മൾ ഒന്നും അറിയുന്നില്ല ദൈവരാജ്യത്തിൻ്റെ വളർച്ച. ആഫ്രിക്കൻ രാജ്യങ്ങളിലെ മനോഹരമായിട്ട് വളരെയധികം മനുഷ്യൻ സേവനം ചെയ്യുകയും അവിടെ സെമിനാരികളിൽ പഠിപ്പിക്കുകയും ചെയ്തിരുന്ന ഒരു ദൈവശാസ്ത്രജ്ഞനെ ഞാൻ പാരീസിൽ പഠിക്കുന്ന അവസരത്തിൽ കണ്ടിട്ടുണ്ട്. ഷാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഞാൻ മനോഹരമായൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം ഈ ഭാഗം ഉദ്ധരിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്നത്, അദ്ദേഹം ആഫ്രിക്കയിൽ പ്രവർത്തിച്ചപ്പോൾ പല രാജ്യങ്ങളിൽ പ്രവർത്തിച്ച ആളാണ്. ഗ്രാമങ്ങളിലൊക്കെ പോയിട്ട് ദൈവത്തെ വചന സ്നേഹം ജീവിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹം പറയാണ്, ശരിക്കും ഇതുപോലെയാണ് നമ്മൾ ഈ ഉപമ പറയൽ പറയുന്നത് പോലെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, പക്ഷെ നമ്മളറിയാതെയാണ് വിത്ത് അവിടെ മുളയ്ക്കുന്നത്. നമ്മൾ ജോലിയൊക്കെ ചെയ്ത് ഭൂമിയൊക്കെ ശരിയാക്കി വിത്തിട്ടിട്ട് നമ്മൾ കിടന്നുറങ്ങുന്നു. കർഷകൻ പോയി കിടന്നുറങ്ങുന്നു. അവിടുന്ന് 2-3 ദിവസം കഴിഞ്ഞ് ഒരു ദിവസം സുപ്രഭാതത്തിൽ വരുമ്പോണ്ടാ അവിടെ ആ മണ്ണ് ഇത്തിരി ചിന്നിയിട്ടുണ്ട്. ഞാൻ വാഴ കൃഷി ചെയ്യുമ്പോൾ അത് കാണാം. വാഴയുടെയൊക്കെ അന്ന് ഉള്ളിൽ കുഴിച്ചിട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വെള്ളമൊക്കെ നമ്മളിങ്ങനെ നനച്ച് കുറച്ച് കഴിയുമ്പോൾ ചിലതൊക്കെ പെട്ടെന്ന് വന്നു, ചിലത് വരുമ്പോൾ വരുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ അവിടുത്തെ മണ്ണ് ഇങ്ങനെ വിടരുന്നു. അതിൻ്റെ അർത്ഥം മുള അടിയിൽ നിന്ന് പൊട്ടിയിട്ടുണ്ട്. ഇതിൽ എനിക്ക് ഒരു ചുക്കും ചെയ്യാനില്ല. അത് അതിൻ്റെ നൈസർഗികമായ വാസനയിൽ അത് വളരുകയാണ്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും പയർ കൃഷിയൊക്കെ നടത്തുന്നവർക്കറിയാം, ഒരു ചെറിയ കതിര് പോലെ പിന്നെ ദിവസം ഭാഗങ്ങൾ കഴിഞ്ഞാൽ പിന്നെ 2 എണ്ണമായി. ഇങ്ങനെ ഇതുപോലെ ഇത് വളരെ വളരെ സാവധാനം നടക്കുന്ന കാര്യമാണ്. ഈ നമ്മൾ എന്ന് പറയുന്ന ക്രിസ്ത്യാനിക്ക് ദൈവരാജ്യത്തിൻ്റെ വളർച്ചയിൽ വളരെ കുറച്ച് പണിയുള്ളൂ. കൂലിക്കാരനെ പോലെയുള്ള പണിയുള്ളൂ. കൂലിക്കാരൻ കളകൾ ഉണ്ടെങ്കിൽ പറിച്ചു കളയുക, നിലമൊരുക്കുക, വളമിടുക, വെള്ളം ഒഴിച്ചു കൊടുക്കുക. പക്ഷേ അത് വളരുന്നതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തി. ഈ ഒരു ചിന്ത നമ്മുടെ മിഷണറിമാർക്കും നമുക്കുണ്ടായാൽ നമ്മൾ അധികം നിരാശപ്പെടില്ല. നമുക്കിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്ന് വെച്ച വാഴ നാളെ കുലയ്ക്കണമെന്ന് വിചാരിച്ചാൽ നടക്കുമോ? ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചായിരുന്നു അച്ഛനായിട്ടേ, ഞാൻ ഒരു പ്രസംഗാണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഞായറാഴ്ച പ്രസംഗം കഴിഞ്ഞാൽ ഒല്ലൂരാണ് കൊച്ചച്ഛനായിട്ട്, ഒല്ലൂർ നിവാസികൾ പിന്നത്തെ ദിവസം മാനസാന്തരപ്പെടുന്നതാണ് ഞാൻ വിചാരിച്ചത്. അച്ഛന്മാർ ചിലവർ അങ്ങനെ ആദ്യം പട്ടം കിട്ടുമ്പോൾ വിചാരിക്കും. ഞാനിപ്പോൾ ഒരു 4 പ്രസംഗാണ്ട് പറഞ്ഞിട്ട് ഈ നാട്ടിൽ എല്ലാ പ്രശ്നം തീർക്കാമെന്നാണ് ചിലർ വിചാരിക്കണേ. ആ പ്രസംഗം പറഞ്ഞായിരിക്കും ചിലപ്പോൾ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ചിലപ്പോൾ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത്രയും നാൾ പ്രസംഗിച്ചിട്ട് നമ്മൾ തന്നെ നന്നാവാൻ എന്തുമാത്രം കഷ്ടപ്പാടാണ്. അപ്പോൾ നമ്മൾ നിരന്തരമായിട്ട് ഓർമ്മിപ്പിക്കലേ മാത്രമേ നമുക്ക് സാധിക്കുന്നുള്ളൂ. നിരന്തരമായ നിലനിൽപ്പിന്റെ പരത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ ഇതിൽ പറയുന്ന ഇതിൻ്റെ തന്നെ തൊട്ടടുത്ത് മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ തന്നെ കടുകുമണിയുടെ ഉപമയുണ്ട്. കടുകുമണിയുടെ ഉപമ നമ്മൾ നോക്കിയാൽ കാണാം, അവിടെ വേറൊരു വശമാണ് പറയുന്നത്. അപ്പോൾ ദൈവരാജ്യത്തെക്കുറിച്ച് കർത്താവ് എപ്പോഴും ചെടിയുമായിട്ടും വിത്തുമായിട്ടുമാണ്, അതിൻ്റെ പല ഭാവങ്ങളാണ് കർത്താവ് അവതരിപ്പിച്ചത്. കടുകുമണിയെന്ന് പറയുന്നത് ഏറ്റവും കുഞ്ഞു സാധനമാണ്, കടുകുമണി പോലത്തെ സാധനമാണ്. നമ്മൾ ചില ആൾക്കാരെ കുറയില്ലേ, കണ്ട ഇച്ചിരിയേ ഉള്ളൂ, അമ്പലം വളരെ ചെറുതാണെങ്കിലും പ്രത്യക്ഷം വളരെ വലുതാന്ന് പറയും. ഇതുപോലെ കടുകുമണി വളരെ ചെറിയ സാധനമാണ്, പക്ഷെ അവൻ വളർന്നു കുറച്ച് കഴിയുമ്പോൾ അവൻ വലിയ സാധനമാവുമെന്ന് പറയണേ. അതൊരു കടുകുമണിക്ക് സദൃശ്യമാണ്. നിലത്ത് പാകമാകുമ്പോൾ എല്ലാ വിത്തുകളെയും ചെറുതാണ്, എന്നാൽ പാകിക്കഴിയുമ്പോൾ വളർന്ന് എല്ലാ ചെടികളേക്കാൾ വലുതാവുകയും വലിയ ശാഖകൾ ഉണ്ടാകുന്നു, അതിലൊരുപാട് പക്ഷികൾ വന്നിരിക്കുന്നു, അങ്ങനെ വളരെ വലുതായി. അപ്പോൾ നമുക്ക് ദൈവരാജ്യത്തിൻ്റെ വളർച്ച വളരെ ചെറിയ രീതിയിലേ ഫീൽ ചെയ്യുള്ളൂ, പക്ഷേ അതിൻ്റെ ഫലം ഉണ്ടാകുന്നത് വളരെ വിദൂരമായ കാലങ്ങളിലേക്കും അനന്തമായ സാധ്യതകളിലേക്കുമാണ് ദൈവരാജ്യത്തിൻ്റെ വളർച്ച.
അപ്പം ഇങ്ങനെ ഉള്ള പല കാര്യങ്ങൾ മനുഷ്യദൃഷ്ടിയിൽ ചെറുതെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ കണ്ണിൽ വളരെ മഹത്തരമായിരിക്കും. നമ്മുടെ വിധവയുടെ ചില്ലിക്കാശ് പോലെ തന്നെ, അവളൊരു ചെറിയ കാശ് കിട്ടുള്ളൂ, പക്ഷെ അതാണ് ഏറ്റവും വലിയ കൊടുത്തത്. അപ്പോൾ നമ്മളിതിൽ പറയുന്ന കാര്യം, അങ്ങ് ചോദിച്ച ആ ചോദ്യവും അതായിരുന്നു, ഈ ദൈവരാജ്യം ഇവിടെ ഇപ്പോൾ ഇറക്കി കൊണ്ടുവരേണ്ട കാര്യം ഇവിടെ ഉണ്ടോ? അത് കഴിഞ്ഞിട്ട് സംഭവിക്കുന്ന കാര്യമല്ലേ? അല്ല, അത് ഇവിടെ ഉണ്ടെങ്കിലേ അത് വളർന്ന് പുഷ്പിച്ച് വലുതായി നിത്യജീവിതത്തിൽ അതിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തുന്നു. ഇവിടെ അത് വളരെ സാവധാനത്തിലും നടക്കുന്ന കാര്യമാണ്. നമ്മുടെ റോള് വളരെ കുറച്ചാണ്. പരിശുദ്ധാത്മാവാണ് അതിൽ കൂടുതലും പ്രവർത്തിക്കുന്നത്. നമ്മൾ ഒരു അർഹതയില്ലാത്ത കൂലിക്കാർ മാത്രമാണ്. നമ്മൾ അതിന് അതിൻ്റേതായ സമയം കൊടുക്കണം. എന്നാൽ കളകളെക്കുറിച്ച് നിതാന്ത ജാഗ്രത പുലർത്തുകയും വേണം. കർത്തൃ പ്രാർത്ഥനയിലെ അങ്ങയുടെ രാജ്യം വരണമേ എന്നുള്ളതിനെ കുറിച്ചുള്ള ആ ദൈവരാജ്യത്തിൻ്റെ വരവിനെ കുറിച്ചും അല്ലെങ്കിൽ എന്താണ് അതിൽ പ്രതീക്ഷിക്കുന്നതിനെ കുറിച്ചെല്ലാം പ്രേക്ഷകർക്ക് വിശദീകരിച്ചതിന് അച്ഛന് നന്ദി പറയുന്നു. കർത്തൃ പ്രാർത്ഥനയിലെ രണ്ടാമത്തെ ഭാഗം, സ്വർഗസ്ഥനായ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, എന്താണ് അങ്ങയുടെ രാജ്യം വരണമേ എന്നുള്ളതുകൊണ്ട് കർത്താവ് ഉദ്ദേശിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് അച്ഛൻ വിശദീകരിച്ചത് എല്ലാവരും ശ്രദ്ധിച്ചു കാണുമല്ലോ. ഈ എപ്പിസോഡ് കൊണ്ട് എല്ലാവർക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.